തിരൂരിൽ ആയുർവേദ മസാജ് കേന്ദ്രത്തിന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറും അറസ്റ്റിൽ. ഇതോടെ കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തവർ 3 നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറും തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയുമായ വിനോദ് കുമാറിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ നഗരസഭയിലെ താൽക്കാലിക വാച്ച്മാൻ ഷിഹാബുദ്ദീനെയും നഗരസഭയിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറായ സതീഷിനെയും വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സംഭവം. ഉദ്യോഗസ്ഥർക്കായി കൈക്കൂലി കൈപ്പറ്റുന്നതിനിടെ ഷിഹാബാണ് ആദ്യം പിടിയിലായത്. പിന്നാലെ സതീഷിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനെ ഇടനിലക്കാരനാക്കി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിവന്ന അനധികൃത ഇടപെടലുകളായിരുന്നു സംഭവത്തോടെ പുറത്തായത്. കന്മനം സ്വദേശി തിരൂരിൽ ആരംഭിച്ച ആയുർവേദിക് വെൽനസ് സെന്ററിന് ലൈസൻസ് അനുവദിക്കുന്നതിന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ 4300 രൂപ കൈക്കൂലി കൈപ്പറ്റിയെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. 3000 രൂപ നേരിട്ടും 1300 രൂപ ഗൂഗിൾ പേ വഴിയുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പയ്യനങ്ങാടിയിൽ വെച്ച് ഉദ്യോഗസ്ഥർക്കായി പണം വാങ്ങുമ്പോഴായിരുന്നു ഷിഹാബുദ്ദീൻ പിടിയിലായത്. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. തുടർന്ന് ഇയാളുടെ വീട്ടിൽ ഉൾപ്പെടെ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. അപേക്ഷയുടെ പുരോഗതി അന്വേഷിക്കാൻ തിരൂർ നഗരസഭയിലെത്തിയ പരാതിക്കാരനിൽ നിന്നും പേപ്പർ വർക്കിന്റെ പേരിൽ 2000 രൂപ കൈപ്പറ്റിയായിരുന്നു ഉദ്യോഗസ്ഥർ കൈക്കൂലിപ്പണം വാങ്ങി തുടങ്ങിയത്. ഷിഹാബുദ്ദീനായിരുന്നു 2000 രൂപ വാങ്ങിയത്. തുടർന്ന് ഷിഹാബുദ്ദീനും ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദും ആയുർവേദിക് സെന്ററിൽ എത്തുകയും പരിശോധന നടത്തി തിരികെ പോവുകയും ചെയ്തു. പിന്നീട് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് നഗരസഭാ ഓഫീസിന് സമീപമുള്ള വിനോദിന്റെ വാടക റൂമിൽ എത്താൻ പറയുകയും അവിടെ വെച്ച് 3000 രൂപ വാങ്ങുകയും ചെയ്തു. ശേഷം വീണ്ടും വിനോദ് ഫോണിൽ വിളിച്ച് പേപ്പർ വർക്കിനായി 1300 രൂപ ആവശ്യപ്പെടുകയും വിനോദ് നിർദ്ദേശിച്ച പ്രകാരം വിനോദിന്റെ ഭാര്യയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പരാതിക്കാരന് ലൈസൻസ് ലഭിച്ചുവെങ്കിലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷും ഡ്രൈവറും കൂടി ആയുർവേദിക് വെൽനസ് സെന്ററിൽ എത്തി ലൈസൻസും മറ്റും പരിശോധിച്ച് തിരികെ പോയതിനു ശേഷം ഫോണിൽ വിളിച്ച് നഗരസഭാ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഓഫീസിലെത്തിയ പരാതിക്കാരനോട് ലൈസൻസ് ലഭിക്കുന്നതിന് ഞാനും സഹായിച്ചിട്ടുണ്ടെന്നും ആയതിന് 10000 രൂപ കൈക്കൂലി വേണമെന്നും നൽകിയില്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും കൈക്കൂലി തുക ഷിഹാബിനെ ഏൽപ്പിച്ചാൽ മതിയെന്നും പറയുകയുണ്ടായി. അതോടെയായിരുന്നു വെൽനസ് ഉടമ വിജിലൻസിനെ സമീപിച്ചത്. എഡിറ്റർ ലൈവ്, തിരൂർ. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031.